കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പേരെടുത്ത് വിമർശിച്ചാണ് ADGP MR അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കലായിരുന്നു പൂരം അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കുതന്ത്രം മെനഞ്ഞതെന്നോ റിപ്പോർട്ടിൽ പറയുന്നില്ല. മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, RSS നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്ന് മാത്രം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പോലീസ് നിയമപരമായ ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നും MR അജിത് കുമാർ റിപ്പോർട്ടിൽ വിശദീകരിക്കുകയാണ്. എന്നാൽ MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിയതാണ്. ഇനിയിപ്പോൾ കേരള പോലീസിനെ കൊണ്ടല്ല അത് പറയിപ്പിക്കേണ്ടത്. ഇനി ഇത് CBIക്ക് വിടണം. ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത് എന്നുള്ളത് CBI അന്വേഷിക്കട്ടെ. എന്ത് നിയമ നടപടികൾക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ്. റിപ്പോർട്ട് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്ന് CPI. സംസ്ഥാന ഗവൺമെന്റ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തു വന്നതെന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ്. റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്ന് CPM. റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, പരിശോധിക്കാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. അതിലൊന്നും തിരിപിടിക്കണ്ട. നമുക്ക് അടുത്ത പൂരാകുമ്പോഴേക്കും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവാം. റിപ്പോർട്ട് പ്രഹസനമെന്ന് കോൺഗ്രസ്. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ADGP ആണ്. പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അയാൾ RSS നേതാക്കളെ കണ്ടതും അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത്. ഈ റിപ്പോർട്ട് ഇയാൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, കള്ളനെയാണ് റിപ്പോർട്ട്. കള്ളനെ മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വരെ അയാളെ ചുമലേൽപ്പിച്ച് അങ്ങനെ ഇരിക്കും. അതാ ഇപ്പോൾ നടക്കും. തൃശൂർ പൂരം കലക്കലിലെ വസ്തുത കണ്ടെത്താനായി സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. അജിത് കുമാർ പറയും പോലെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.